Hey there guys, welcome back to GD Vlogs and Gameplay. So guys, അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. സോ ഗൈസ്, നമ്മൾ ഇതുവരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ ചരിത്രമില്ല. സോ ഗൈസ്, അപ്പൂപ്പൻ്റെ പുതിയ ഫോൺ കവറാണ്. എങ്ങനെയുണ്ടെന്ന് പറയുക. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ കുഞ്ഞൊക്കെ പോയിട്ട് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ അതിനകത്ത് കിടന്നിരുന്ന ഉള്ളി, വെളുത്തുള്ളി അല്ലേ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, മസാലകൾ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നമ്മൾ നെയ്യാണ് ഒഴിച്ചിരുന്നത്. ഓക്കെ ഓക്കെ സീനി. അതിന് ശേഷം ഇപ്പം നമ്മളിത് ക്യാരറ്റും ബീൻസും ഇട്ട് കഴിഞ്ഞു. സോ ഗൈസ്, അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കി വന്ന് അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കാണ് നമ്മളിനി അടുത്ത സാധനം സോയാ സോസ് ഒഴിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതും. അപ്പോൾ ഇത് ഒഴിക്കട്ടെ. അപ്പോൾ ഇനി ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൊമാറ്റോ സോസ് ആണോ സോയ സോസ് ആണോ അപ്പോൾ ഒഴിക്കുന്നത്? ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ടൊമാറ്റോ സോസ് ഒഴിക്കാം. അത് തന്നെ ടൊമാറ്റോ സോസ് ഒഴിക്കാം അല്ലേ? ഏതിൽ? സോയാ സോസ്. ഓക്കെ. സോ ഗൈസ്, ഒരു സെക്കൻഡ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഉപ്പ് ഉള്ള സോയ സോസ് ആണ് കേട്ടോ. ചിലതിന് ഉപ്പില്ല, ചിലതിന് ഉപ്പുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് കിട്ടിയില്ല, അതുകൊണ്ട് വെള്ള അരിയാണ് ഇട്ടേക്കുന്നത്. സോ ഗൈസ്, അപ്പം ഇപ്പം ഇച്ചിരി ഉപ്പ് മതി. അപ്പോൾ അത്രയും മതി ഉപ്പ് കൊടുക്കും. സോ ഗൈസ്, അങ്ങനെ തരുന്നു. ഓക്കെ. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിരിക്കുന്നു. ഒഴിച്ചാൽ മതിയോ? സോ ഗൈസ്, അപ്പം നമ്മുടെ റൈസ് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതും ഇടണം അല്ലേ അപ്പോൾ? ആ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഇപ്പം ആ ഒരു വെള്ളം തിളച്ച ഒരു ഇത്തിരി വറ്റണം അല്ലേ? അപ്പോൾ വറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ സോയ സോസ് ഒഴിക്കണം. അല്ലല്ല, നിങ്ങൾക്ക് റൈസ് ഇട്ടതിന് ശേഷം അല്ലേ സോയ സോസ് ഒഴിക്കാനുള്ളത്? അങ്ങനെ ഒഴിക്കാമല്ലോ. ആ ശരിയാണ്, മസാല ഇട്ട് റെഡിയാക്കണം, എന്നിട്ട് ചോറിടണം, ചോറിന് ശേഷം സോയ സോസ് അല്ലേ? ആ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഫസ്റ്റ് നമ്മൾ മസാല ഇട്ട് റെഡിയാക്കും ഇത് അല്ലേ? ആ, മസാല ഇട്ട് റെഡിയാക്കും. എന്നിട്ട് നമ്മുടെ ഈ ഒരു സാധനം ഇടും. ചിക്കൻ മസാല ഇട്ടല്ല ടേസ്റ്റ് കിട്ടൂലേ? ചിക്കൻ മസാല വേണ്ടേ? ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ആ മസാല ഇട്ട് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ചോറിടും. അതിന് ശേഷം നമ്മുടെ സാക്ഷാൽ സോയാ സോസുകാരൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ സാധനം ഒരിത്തിരി ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. വറ്റിയതിന് ശേഷം നമുക്കിനി തിരിച്ചു വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മസാലകൾ ഓരോന്നായിട്ട് അപ്പോൾ എടുത്തു തുടങ്ങി. ഇത് മഞ്ഞളാണ്, അതറിയാം, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതാണ്. മഞ്ഞളുടെ കളറൊക്കെ വേറെയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സോ ഗൈസ്, ഇപ്പോൾ എടുത്തിരിക്കുന്നത് മുളകാണ്. മുളകിട്ടിരിക്കുന്നു. അപ്പോൾ അത്രയും മതി. അപ്പോൾ ഇത്തിരി അരി കുറവ്. നല്ല വാസന. സോ ഗൈസ്, അപ്പം നമ്മുടെ ചോറ് നല്ല വെന്തിട്ടുണ്ട്, ഹാഫ് കുക്ക്ഡ് പോലെയുണ്ട്. ബട്ട് സ്റ്റിൽ ഫ്രൈഡ് റൈസിന് നമ്മളിങ്ങനെയാണ് എടുക്കാറ്. പിന്നെ നമ്മൾ നല്ല ക്യാരറ്റും ബീൻസും എല്ലാം തുടച്ച് വൃത്തിയാക്കിയ പോലെ ഫുൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം മസാല ഫുൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ചോറിടുക. ഇല്ലട്ടോ അപ്പോൾ ചോറ്. അടുത്തത് വരുന്നത് ഇതെന്തുവാ? കുരുമുളകാണ്, ഗരം മസാല. വാവ്, നമ്മുടെ എല്ലാ സ്റ്റൈലിലും ഗരം മസാല ആണ്. ജപ്പാൻകാരന്മാരൊക്കെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പോലെ അല്ല ഗൈസ്, നമ്മൾ ഗരം മസാല പാവങ്ങളാണ്. സോ ഗൈസ്, അപ്പം ഇനി അടുത്ത ബാക്ക് ടു സ്കൂൾ വരുന്ന ആ ദിവസം ഉണ്ടല്ലോ,
ആ ദിവസമാണ് ഇനി അടുത്ത എൻ്റെ മോസ്റ്റ് ഹേറ്റിംഗ് ഡേ. ബട്ട് ഇപ്പം എനിക്കെന്തോ സോ ഗൈസ് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം ആവാറായി അല്ലേ. ഇനി ഈ സോയയും ഒഴിച്ച് ഇതൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചാൽ സാധനം ആയിട്ടുണ്ട് ഗൈസ്. വിത്ത് ഗൈസ് ഞാൻ ഇന്ന് നമ്മുടെ പനീർ വാങ്ങിച്ചായിരുന്നു കേട്ടോ. സോ ഗൈസ് അപ്പം നമ്മുടെ പനീറൊക്കെ ഉള്ള കവറ് പുറത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അകത്തെടുത്തോണ്ട് വരാം. ഇല്ല ഗൈസ്. സോ ഗൈസ് അവിടെ നമ്മുടെ KSRTC ഒക്കെ വന്നിട്ടുണ്ട്. സോ ഗൈസ് അപ്പം അങ്ങോട്ട് പോയത് ഏത് KSRTC ആണ് ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യണം. ഒരു ചാലഞ്ചാണ്. സോ ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പം പനീർ കറിയൊക്കെ പോയോ? അപ്പോൾ ആ പനീർ കറിയൊക്കെ എവിടെ പോയോ? ഓക്കെ. സോ ഗൈസ് അപ്പം നമുക്ക് അതിനകത്തിരിക്കുന്ന എല്ലാ കറികളും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കാം. അവിയൽ, ഇത് തോരൻ, അത് ഇച്ചിരി മീൻകറി. അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഇത് മീൻകറിയാണ്, രണ്ടാമത്തെ മീൻകറി. ഓരോരോ സാധനങ്ങളായിട്ട് നമുക്കിങ്ങനെ പുറത്തെടുത്തോണ്ടേയിരിക്കാം. ദാലോ ഇതൊന്നും വേണ്ട. ഓക്കെ. അപ്പം നമ്മുടെ അടുത്ത കറിയുണ്ട്, രസവടയാണ്. രസവട. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിനോടെ കഴിക്കാനായിട്ട് നമ്മൾ എടുത്തോണ്ട് വന്ന സാധനമാണ് പനീർ. അപ്പം നമ്മുടെ ഇതെടുത്തിട്ടുണ്ട്. തൈര് വാങ്ങിച്ചാലോ? അല്ലെങ്കിൽ വീട്ടിലും കാണും ചിലപ്പോൾ. സോയ സോസ് ഒഴിക്കാം. ഓക്കെ. സോ ഗൈസ് അപ്പോൾ ഇച്ചിരി സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഇളക്കിയെടുക്കുകയാണ്. നല്ലോണം ഇളക്കിയെടുത്തോ. സോ ഗൈസ് അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി പിടിച്ചെടുക്കുന്നുണ്ട്. സോ ഗൈസ് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിനോടെ കഴിക്കാനായിട്ട് നമ്മൾ പനീർ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പനീർ ഞാൻ കാണിച്ചു തന്നില്ലല്ലേ. ഇതായിരിക്കുന്നതാണ് പനീർ. സോ ഗൈസ് അപ്പം നമ്മുടെ അപ്പം മസാലയും എല്ലാം ഇട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ബൈ പറ. ബൈ ബൈ.